ഈ ഉമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷെ അവർ കുട്ടികൾ കടന്നു പോയിട്ടുള്ള ആ സംഗതി അവർക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. കുറച്ച് ദിവസം നൂറ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരാള് നൂറായിട്ട് അടുപ്പം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് തീർച്ചയായും ചേഞ്ച് ആവും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സമാനമായ രീതിയിൽ അകലാനുള്ള സാധ്യത എല്ലാ ബന്ധത്തിലും ഈ ബന്ധത്തിലും. ഇപ്പൊ നൂറയുടെ ഉമ്മയുടെ കുറച്ച് വീഡിയോസ് ലൈക്ക് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. നൂറെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, അവൾ ഇനിയും തിരിച്ചു വരുവാണെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വരികയാണെങ്കിൽ വീണ്ടും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിക്ക് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഉമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇത് നടന്നുകൊണ്ടിരുന്ന സമയങ്ങളിൽ. കാരണം ഈ പ്രശ്നം അവർ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പുറത്ത്, അതായത് ഇതിൻ്റെയൊക്കെ തുടക്കകാലത്തിനൊക്കെ ശേഷം പലപ്പോഴും ഇവർ സെയിം സംഗതി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും എനിക്ക് അയച്ചു തരും ഈ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ, ഇവർ സംസാരിക്കുന്നത്, ഫോൺ റെക്കോർഡ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഈ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷെ അവർ കുട്ടികൾ കടന്നു പോയിട്ടുള്ള ആ സംഗതി അവർക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്രമാത്രം വെറുപ്പ് അവരോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭയം അവരോട് വന്നത്, വെറുപ്പിനേക്കാൾ കൂടുതൽ ഭയമാണ്. എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നുള്ളൊരു ഭയം. കാരണം അതാണ് ചെയ്തിട്ടുള്ളത്. കൊട്ടേഷൻ കൊടുത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരതിന് വേണ്ടിയിട്ട് പിന്നാലെ കൂടിയ ആളുകളെയും നമുക്കറിയാം. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ആ സമയത്ത് അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള വിഷയമാണത്. ആ ഭയന്ന് വിറച്ച് വിളിക്കുക, പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കംപ്ലൈൻറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അത് ആ മൊമെന്റിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരുന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ളത് അവർ സ്വയം ആലോചിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അവർക്ക് അങ്ങനെ നെഞ്ചിൽ കൈവച്ച് തങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്ന കാര്യമാണ്. ഈ പല തവണയായിട്ടും നൂറയുടെ സംസാരത്തിലൂടെ മനസ്സിലായ ഒരു കാര്യം, നൂറയ്ക്ക് ഇപ്പോഴും വീട്ടുകാരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ പോകണം എന്നുള്ള താല്പര്യമുണ്ട്. ശരിക്കും അതിൽ പിടിച്ചു നിർത്തിയേക്കുന്നതാണ് നൂറയെ? അങ്ങനെ രണ്ടുപേരുടെ വീട്ടിലും പ്രശ്നമുണ്ട്. ഈ രണ്ടുപേരുടെ വീട്ടിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്റൻസിറ്റി വേരി ചെയ്യും. പക്ഷെ അവരൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത അപ്പുറത്തുണ്ടെന്ന് കണ്ടാൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് അവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ ഒരു കുടുംബ ബന്ധത്തിൽ നമ്മൾ ചെയ്യുക. ഇപ്പൊ ഹോമോസെക്ഷൽസിന്റെ കാര്യം വിടൂ, ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അതന്നെയല്ലേ ചെയ്യുക. ഇപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ പ്രണയിക്കുന്നു, മതം മാറി വിവാഹം കഴിക്കുന്നു, ജാതി മാറി വിവാഹം കഴിക്കുന്നു, അതിൽ ഈ വിഷയം ഉണ്ടാവുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ അതിലൊരു കുട്ടി മറ്റൊരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുന്നതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ അതിനെന്ത് വിളിക്കണം. അവരുടെ ജീവിതം അവർക്ക് വിടുക. അവര് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. ഈ ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം അവിടുന്ന് പൊട്ടുമുറി അവർ പുറത്തു വിടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അതിനകത്ത് എന്താ ആക്ച്വലി നടക്കണമെന്നുള്ളത് നമുക്കറിയില്ല. അതിൽ നമ്മളിങ്ങനെ ഇരുന്ന് മാർക്കിടാൻ നമ്മളെ അവരെ ഏൽപ്പിച്ചിട്ടുമില്ല. നമ്മൾ അങ്ങനെ മാർക്കിടേണ്ട കാര്യമില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവർ സമാധാനമായിട്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ അനാവശ്യമായ ചർച്ചകളായിട്ട് പോവാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് കാണാനുള്ളത്. നൂറേനോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നൂറ അതിൽ ഇങ്ങനെ തന്നെയാണോ ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഞാൻ പെട്ടുപോയി എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പൊ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യം. അപ്പം ശരിക്കും നൂറ പെട്ടുപോയി എന്നാണ് പുറത്തുള്ള മുഴുവൻ പേര് പറയുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ അല്ല ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളും ഇങ്ങനെ തമാശക്കായിട്ടാണെങ്കിലും പറയില്ലേ, അത് ഞാൻ പെട്ടുപോയി എന്ന് ഇതൊക്കെയാണോ വലിയ ഇഷ്യൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇനി അഥവാ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിന്റെ പേരിലാണോ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ വിലയിരുത്താം? എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ആവാൻ വഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാം. കാരണം കണ്ടെടുത്തോളം ഇപ്പൊ എനിക്ക് തോന്നുന്നു 2019-20 ശേഷമാണ് ഞാൻ അവരെ കാണുന്നത്. ആ പ്രശ്നം ഉണ്ടായ അന്ന് വെച്ചാൽ അന്ന് ആ ഒരു ലൈവ് ആദില ഇടുമ്പോൾ നൂറയെ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഇടുന്ന സമയത്ത് ആ ലൈവായിട്ട് നടക്കുമ്പോഴാണ് ഞാനിത് ഫേസ്ബുക്കിൽ കാണുന്നതും പിന്നീട് അവർക്ക് വേണ്ട എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടി അങ്ങനെയാണ് ആ കണക്ഷൻ തുടങ്ങുന്നത്. പിന്നെ അവർ ആദ്യം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ത്രൂ ആണ് അവരിലേക്ക് എത്തുന്നതൊക്കെ. അന്ന് മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട് അവരെങ്ങനെയാണ് ഇതിനകത്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിലനിന്നത്. അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പാര പണിയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു വർത്ത് വൈൽ സാധനമാണെന്നുള്ളത്. പലരും പറയുന്ന ഒരു കാര്യം, രണ്ടുപേരും മാറി നിന്നാൽ മേ ബി അവർ ഒരാൾ ചേഞ്ച് ആവും എന്ന് പറയുന്നുണ്ട്. മേ ബി ഇപ്പൊ അതിൽ ബിഗ് ബോസ് ഔട്ട് ആവുകയാണ്, കുറച്ച് ദിവസം നൂറ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരാള് നൂറായിട്ട് അടുപ്പം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് തീർച്ചയായും ചേഞ്ച് ആവും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ രണ്ടുപേര് അവരെ അതിൽ നിന്ന് പിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരെ മാറ്റി നിർത്തിയാൽ എങ്ങനെയാണോ ആ ഒരു നോൺ കമ്മ്യൂണിക്കേഷൻ അവരെ ബന്ധത്തിൽ നിന്ന് അകറ്റുന്നത്, സമാനമായ രീതിയിൽ അകലാനുള്ള സാധ്യത എല്ലാ ബന്ധത്തിലുണ്ട്, ഈ ബന്ധത്തിലുണ്ട്. അത് അവരുടെ വേറെ എന്തെങ്കിലും ബയോളജിക്കൽ ചേഞ്ച് വരുന്നുണ്ടല്ല, അത് മറവി
ഉണ്ടാക്കുന്ന സാധനം. നിങ്ങൾ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ മരിച്ചു പോയാൽ പോലും 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മാനെ വാപ്പനെ ഓർക്കുമ്പോൾ ആ ഇന്റൻസിറ്റി ഒന്നും കാണില്ല. മറവിയൊക്കെ എല്ലാവർക്കും ബാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പേരിലുള്ള അകൽച്ചയും ബയോളജിക്കലി നിങ്ങൾ കാണിക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ ട്രേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് രണ്ടാണ്. അത് രണ്ടും കൂടി ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് തെളിയിക്കാന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നടക്കാമായിരിക്കും. എപ്പോഴാന്ന് പറഞ്ഞാൽ ഇവർ ബൈസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നടക്കും. പക്ഷെ അവരിപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ചോയ്സ് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അത് അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർ ബൈസെക്ഷൽ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് അതിന്റെ കാര്യം എന്താ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ആണെങ്കിൽ തന്നെ അതും അവരുടെ ചോയ്സ് തന്നെയാണ്. ഇനി അങ്ങനെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള 2 പേര് ഒരു ബന്ധത്തിൽ വന്നാൽ അത് ഒരിക്കലും മുറിയരുത് എന്നൊരു മാനദണ്ഡം നമ്മൾ വെക്കാറുണ്ടോ? ഇല്ല. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾക്കും അങ്ങനെ ഒരു മാനദണ്ഡം നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവരൊരിക്കലും മുറിയാൻ പാടില്ല എന്ന് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അതാ ഞാൻ പറയുന്നത്. ഇതിന്റെ തുടക്കവും ഒടുക്കവും ഇത് രണ്ടും അവരുടെ കയ്യിലാണ്. അത് അവരുടെ ചോയ്സ് ആണ്. അതിന് അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്.